നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിൻ്റെ അറിവിൻ്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. അറിവിൻ്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങളുമായി ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് വക്കം കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന സോണി വീൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് ആണ്. അവർ നൽകുന്ന അടിപൊളി സമ്മാനങ്ങളുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ ചോദ്യങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. സോണി വീൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിട്ടുള്ളത് വർക്കല പാപനാശം ബീച്ചിലാണ്. ലോകത്തിൽ തന്നെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം പിടിച്ച ഒരു ബീച്ചാണ് വർക്കല പാപനാശം ബീച്ച്. നിരവധി ഹൈന്ദവ വിശ്വാസികൾ അവരുടെ ബലിതർപ്പണത്തിന് വേണ്ടി എത്തുന്ന ഒരു ഇടം കൂടിയാണല്ലേ? തീർച്ചയായിട്ടും അല്ലേ? അപ്പോൾ ലോട്ടറി വ്യാപാരമാണ്. ലോട്ടറി വ്യാപാരം. സ്വന്തം സ്ഥലം എവിടെയാണ്? കലക്കോട്. പേര്? മുരളിദാസ്. എന്നാൽ ഞങ്ങളുടെ കൈവശം വക്കം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സോണി വീൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് നൽകുന്ന മനോഹരമായിട്ടുള്ളൊരു സമ്മാനമാണ്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: ഇന്ത്യ സന്ദർശിച്ച ആദ്യ ചൈനീസ് സഞ്ചാരി ആരായിരുന്നു? വിദ്യാഭ്യാസമൊന്നും എനിക്കില്ല. അപ്പോൾ സോണി വീൽസ് നൽകുന്ന സമ്മാനം നേടുവാനുള്ള മറ്റൊരവസരം ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ഈ മനോഹരമായ ബീച്ചിനെ ആ മനോഹാരിത നിലനിർത്താൻ വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന നമ്മുടെ അമ്മ പെങ്ങന്മാരാണ്. അപ്പോൾ എത്ര നാളുകൊണ്ട് വർക്ക് ചെയ്യുന്നു? നമ്മൾ 19 വർഷം കൊണ്ട് വർക്ക് ചെയ്യുന്നു. അന്ന് കണ്ട ബീച്ചല്ല ഇന്ന് ഒരുപാട് മാറ്റം വന്ന് ഒരുപാട് പുരോഗമിച്ച് ഇപ്പോഴേ 2024 ബോട്ടിംഗ് സർവീസും കടൽപ്പാലം ഇങ്ങനെയുള്ള ഒരുപാട് ഇതുകൾ വന്ന് 18 വർഷത്തിനപ്പുറമായിട്ട് അതിമനോഹരമായ ഒരു ബീച്ചാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ബീച്ച്. അതിനൊപ്പം നമ്മൾ സഹകരിക്കുന്നു. നമ്മൾ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഈ ബീച്ചും പരിസരവും വൃത്തിയാക്കുന്നുണ്ട്. ജോലി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കൈവശം മനോഹരമായിട്ടുള്ളൊരു സമ്മാനമുണ്ട്. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. അപ്പോൾ ഇവിടെ നിരവധി സഞ്ചാരികൾ എത്താറുണ്ടല്ലോ? ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചോദ്യം ഇതാണ്: ഇന്ത്യ സന്ദർശിച്ച ആദ്യ ചൈനീസ് സഞ്ചാരി ആരായിരുന്നു? അറിയത്തില്ല. അറിയില്ല. അപ്പോൾ എന്തായാലും മറ്റൊരവസരത്തിൽ ഇതിൽ മനോഹരമായിട്ടുള്ളൊരു സമ്മാനം നേടാം. സമ്മാനം നേടുവാനുള്ള മറ്റൊരു അവസരം ലഭിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളാണ്. சுற்றி பார்க்கறதுக்கு வந்தது. ஆமாம், பிளாக் சி பார்க்க வந்தோம். ரொம்ப அருமையாக இருக்குது. எங்கள் மனசெல்லாம் இப்போ கூலாக இருக்குல்ல. அப்போது என் கையில் ஒரு பர்ஸ் இருக்குது. என் கேள்விக்கு நீங்கள் சரியான பதில் சொன்னால் தான் அந்த பர்ஸ் கிடைக்கும். கேள்வி கேட்கணுமா? கேளுங்க. முதலாக இந்தியாவுக்கு வந்த சீனக்காரர் யார்? யுவாங் சுவாங் வந்தார் முதலில் இந்தியாவுக்கு. யுவான் சாங்க்கு முன்னாடி ஒருத்தர் வந்தார். டக்குனு ஞாபகத்துக்கு வரல. ஓகே. அப்போ எந்த ஊர்? வேலூரா? நாங்கள் ஆரணி, திருவண்ணாமலை மாவட்டம், ஆரணி டவுனில். ஆமாம். சில்க் ஆமாம். நெக்ஸ்ட் வாட்டி வரும்போது இந்த மாதிரி பெரிய பரிசு உங்களுக்கு கிடைக்கும். ഓക്കെ. വക്കം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സോണി വീൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് നൽകുന്ന മനോഹരമായിട്ടുള്ളൊരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: ഇന്ത്യ സന്ദർശിച്ച ആദ്യ ചൈനീസ് സഞ്ചാരി ആരായിരുന്നു? അത് എനിക്കറിയത്തില്ല. ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നിരവധി വിനോദസഞ്ചാരികൾ എത്താറുണ്ടല്ലോ, ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. അതെ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യ സന്ദർശിച്ച ആദ്യ ചൈനീസ് സഞ്ചാരി ആരായിരുന്നു? അറിയില്ല. കണ്ണാടിയൊക്കെ വെച്ചിരിക്കുകയല്ലേ? അറിയില്ല. സോണി വീൽസ് നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: ഇന്ത്യ സന്ദർശിച്ച ആദ്യ ചൈനീസ് സഞ്ചാരി ആരായിരുന്നു? വക്കം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സോണി വീൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: ഇന്ത്യ സന്ദർശിച്ച ആദ്യ ചൈനീസ് സഞ്ചാരി ആരായിരുന്നു? ഒരു രക്ഷയില്ല. പക്ഷേ രക്ഷയുള്ള ഒരാൾ പറഞ്ഞു ഇന്ത്യ സന്ദർശിച്ച ആദ്യ ചൈനീസ് സഞ്ചാരി ഭാഗ്യനായിരുന്നു.
ആയിരുന്നെന്നാ തോന്നുന്നു. എന്റെ അടുത്ത് ആണല്ലേ? ഉറപ്പാണ്? ആണല്ലേ? ആണെന്നാണ്. അപ്പോ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചൈനീസ് സഞ്ചാരിയായിരുന്നു. ബുദ്ധമത തത്വങ്ങൾ തേടിയുള്ള, ഗ്രന്ഥങ്ങൾ തേടിയുള്ള യാത്രയായിരുന്നു ഈ ഫാഹിയാനെ ഇന്ത്യയിലേക്ക് എത്തിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് സോണി വീൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് നൽകുന്ന മനോഹരമായിട്ടുള്ളൊരു സമ്മാനമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ സോണി വീൽസ് നൽകുന്ന സമ്മാനം കരസ്ഥമാക്കിയ ചേട്ടൻ്റെ പേര്? ദിനേഷ് കുമാർ അല്ലേ? അതെ. അപ്പോൾ നേരത്തെ ഞങ്ങളുടെ ചോദ്യം നേരിട്ട് ശരിയുത്തരം പറയുവാൻ കഴിയാതെ പോയ ആളാണ് ഇദ്ദേഹത്തിന് നമ്മളെ ദിനേഷ് കുമാർ അണ്ണനെ സമ്മാനം കൊടുക്കുന്നത്. സോണി വീൽസിൻ്റെ. ഹാപ്പിയല്ലേ? ഹാപ്പിയാണ്. വെരി ഹാപ്പി. ബുക്കൊക്കെ വായിക്കാറുണ്ട്? ഉണ്ട്. ഞാൻ 28 രാജ്യങ്ങൾ സന്ദർശിച്ചവനാണ്. 28 രാജ്യങ്ങളിൽ? ഞാനൊരു ഷിപ്പിംഗ് കമ്പനിയിലെ പണിക്കാരനായിരുന്നു. അങ്ങനെ? അപ്പോൾ വായനയും കറക്കമായിരുന്നു? എല്ലാം ഉണ്ടായിരുന്നു. 19ാമത്തെ വയസ്സ് മുതൽ വിദേശത്തായിരുന്നു. ഒരു ഇറാനിയൻ ഷിപ്പിംഗ് കമ്പനി, അൽക്കമറാൻ എന്ന് പറയുന്ന ഒരു ഷിപ്പിംഗ് കമ്പനിയിലായിരുന്നു ഞാൻ. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ നൗഫലിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം. കോസ്റ്റ്യൂം പാർട്ണർ ഫിസ, അൺലിമിറ്റഡ് ഫാഷൻസ്, മെൻസ് ആൻഡ് ബോയ്സ്, ആറ്റിങ്ങൽ, ആലങ്കോട്.